ഇതൊക്കെ തോന്നിയ ദിവസമാണേ. ഇത് എരുമയൊക്കെ ആക്കുന്നത് തോന്നിയ ദിവസമാണേ. അത് ആവതുള്ള എരുമയാക്കിട്ട് പോണോ? നാവതുള്ള എരുമയാക്കിട്ട് പോയാ പോരെ? ശബ്ദം ഉണ്ടാക്കുന്നു പശു. ഓ ഇതുള്ളല്ലേ കാരണോ ടോണി നിങ്ങളെ പോലെ വണ്ടി എടുത്ത് ഇതിപ്പോ വണ്ടി പോയി പെട്ടുപോയ അവസ്ഥയാക്കല്ലേ. വാ ഒന്ന് പൊക്കിത്താ. പെണ്ണുമ്പളെ ജീവൻ വേണേ കേറിക്കോ. ഇവന്റെ കൂടെ പൊക്കെ എന്നിട്ട് ജീവിതം പോക്ക. അങ്ങനെ പാതി വഴിയിൽ എന്റെ ഫ്രണ്ട്സിനെ ആരെയും ഉപേക്ഷിക്കാറ്. അല്ലല്ല കണക്ക് വെച്ച് നോക്കുമ്പോ നീ മൂന്നാമത്തെ. ആദ്യം ലോറാപ്പി, അതിനു മുമ്പ് പലേറ്റോ കുന്നതല, അങ്ങനെ 5 കണക്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര നിങ്ങളുടെ പ്രേമം ഈ പുള്ളിക്ക് പ്രേമം ഉണ്ടായിരുന്നു പണ്ട് ഈ സിറ്റിയിലല്ലേ? ആദ്യം 5.5 സെന്റ്. അതെ 5.5 സെന്റിൽ അവന്റെ അമ്മൂമ്മ പറയല്ല. ആദ്യം 5.5 സെന്റിന്റെ പേരെന്താ? ആദ്യം 5.5 സെന്റിന്റെ ബോയ് ഫ്രണ്ട് ആണ് ഇരിക്കുന്നത്. ദർശന ഞാൻ ഒരു കാര്യം പറഞ്ഞോളൂ ദർശന. നമ്മളെല്ലായിടവും പറന്ന് നടക്കുന്ന ആൾക്കാരാണ്. നിങ്ങളെ കാണാത്തത് നമ്മൾ കാണും, നിങ്ങൾ കേൾക്കാത്തത് നമ്മൾ കേൾക്കും. ഇയാൾക്ക് ഇപ്പൊ ഒരു ലോറാപ്പി ഉണ്ടായിരുന്നു. അവൾക്കറിയാം അതെല്ലാം. നീ അടുത്ത ഇരയാണ്. ഞങ്ങളല്ല ഫ്രണ്ട്സാ. പണ്ടും ഇപ്പോഴും എപ്പോഴും അതേപോലെ ഇരിക്കും. ഇവന്റെ ജാതകം ഇച്ചിരി പ്രശ്നമാണ് കേട്ടോ. ഇല്ല ഞാൻ ഫ്രണ്ട്സിനെ കയറി പ്രേമിക്കുന്ന ടൈപ്പല്ല. അവളെന്റെ ഫ്രണ്ടാ. ഒരു സെക്കൻഡ് ഞാൻ അവന്റെ ജാതകം ഒന്ന് നോക്കുക. ഓ ജോലിസ് കണിയാരായിരുന്നല്ലോ നിങ്ങൾ ഇതിനു മുമ്പേ. ഇതൊക്കെ തോന്നിയ ദിവസമാണേ. ഇത് എരുമയൊക്കെ ആക്കുന്നത് തോന്നിയ ദിവസമാണേ. അത് ആവതുള്ള എരുമയാക്കിട്ട് പോണോ? നാവതുള്ള എരുമയാക്കിട്ട് പോയാ പോരെ? ഞാൻ കുറച്ചാളുടെ സിറ്റുവേഷനും കാര്യങ്ങൾക്കൊന്നും ഇല്ലേ, വെടിവെക്കാൻ പറ്റത്തില്ല. കാണാൻ പറ്റും. കൺമണി പശു എന്റെ ഫ്രണ്ടിനെ ഒന്ന് പഴയ രൂപത്തിലാക്കി തരും. നിങ്ങളെ പശു ആക്കി തരാം. 2 പശു പശുവാ. കുറച്ചാള് ആയില്ലടാ. വെടിവെക്കാനൊന്നും പറ്റൂല. ഇങ്ങോട്ട് വരാൻ പറ. പാല് ഇറങ്ങണ കുറച്ച് ചായ ഇറങ്ങി അവിടെ നിന്നേ വെച്ചു. അല്ലല്ലോ ആമ്പിള്ളാരുടെ പിടിക്കാൻ നിങ്ങൾ പിടിക്കാനാ. ഞാൻ പശുവിന്റെ അകിടിനാണ് പിടിച്ചത്. അല്ല നിന്റെ ഞാൻ കൂടെ പശുവൊക്കെ രണ്ടും കൂടെ അങ്ങോട്ട് മേഞ്ഞു നടന്നു. ഓടത്തില്ലേ ശബ്ദം ഉണ്ടാക്കുന്നു പശു. അമർന്നടാ. സിറ്റുവേഷനിലെ പെറുക്കിട്ടെ ഹോസ്റ്റലൊക്കെ അടിക്കണല്ലേ. ചാണകം ഇടാൻ പറ്റുമോ? എടുത്തോടെ കൊണ്ടുപോവാ. കാർലോ ഇവിടെ കോരിക്കല്ലേ ഇവിടെ നിർത്തി. ശബ്ദമൊക്കെ ഇട്ടെ. നമ്മളെ കപ്പളാന്നില്ല പറയാ. നീ എന്താടാ
ഇറങ്ങിപ്പോ 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 ഞാനും അവരുടെ പെരുത്തി ഇറങ്ങിയോ ആ ചായ ആവശ്യമുണ്ട് 2 പൈസകളെ കൊണ്ട് കാർലോ ഈ പശു കുത്തുവോ കാർലോ എന്നെ പുലിയാക്കോ അയ്യേ പോടാ പോടാ എന്നെ പുലിയാക്കി തരുമോ ബ്ലാക്ക് പാന്തർ ബ്ലാക്ക് പാന്തർ 2 പശുക്കളും കാർലോ. അമ്മിണിയും 1 ദർശനമ്മിണിയും 2 അമ്മിണികളുണ്ട് 2 കൊണ്ട് തൊഴുത്തി കേട്ട് ദൈവം ഇങ്ങോട്ട് വരുമോ എന്തൊരു കഷ്ടം. ഞാനൊരു കാര്യം പറയട്ടെ പറ ഈ പശു ഇല്ലാതെ വേറെ എന്തെങ്കിലും ആക്കാൻ പറ്റുമോ പുലി എന്ത് വേണോ ആക്കാം പുലിയാക്കാൻ അതൊക്കെ പശു മതി ഇല്ല പുലിയൊന്നും പറ്റൂ കൊരങ്ങനാക്കോ കൊരങ്ങനാക്കോ അത് നോക്കാൻ വേണമെങ്കിൽ കൊരങ്ങനാക്ക് എന്നെ പശു പറ്റിട്ട് അത് കൊരങ്ങനാക്കട്ടെ അത് കറക്റ്റ് ഫിഗറാണ് അവള് ഓക്കെയാണ് എന്നെ കൊരങ്ങനാക്കുക വല്ല പൂച്ചയോ മാനോ വല്ലോ കൊരങ്ങനെ ഇതാളോ കൊരങ്ങനാക്കാൻ പറഞ്ഞ ബാക്കിയത് അതെ 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 കൊരങ്ങനാക്കി നിങ്ങൾ കൊരങ്ങനാക്ക് കുരങ്ങനില്ല പിന്നെ എന്തൊക്കെ മൃഗങ്ങളുണ്ട് ഇതില് ഇത് വേണമെങ്കിൽ പിടിച്ചോ കറക്റ്റാ സ്വഭാവത്തിന് കറക്റ്റാ കോഴി ഇരിക്കും അങ്ങനെയൊന്നും പറയലുണ്ട് എന്റെ ഫ്രണ്ടിനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി ബലത്തിടും ഓ ഇതുള്ളല്ലേ ഇടിച്ചു വീണ് മരിച്ചുപോയി കണ്ണാപ്പി പശു പോരെ അല്ലല്ലേ ഇത് കൊള്ളാം ഇതെന്താ ഇങ്ങനെ ഇതെന്താ പറഞ്ഞു കഴിഞ്ഞാ ഇതാവോ പരിതിരത്തിന് വെളിയില്ലാത്തടക്കാണല്ലോ ചാവത് അവിടെ പറക്കാൻ പഠിക്കണം അങ്ങനെ ഉണ്ടല്ലേ ചിമ്പാൻസി പശുതി മനുഷ്യരായിട്ട് ജീവിച്ചാ മതി ഹലോ ഈ ചിമ്പാൻസി വേറെന്തുണ്ട് പരിന്തല്ല വേറെന്തുണ്ട് ഇല്ല നീ പശുവിനെ മേച്ചോടെ നടന്നോ പശു കൊഴപ്പില്ല നിന്റെ ജീവിതം ഇനി അങ്ങോട്ട് ഇതാണ് ഞാൻ പോട്ടെ പശുവെ കിട്ടുമോ എന്നെ പശുവെ കിട്ടുമോ ഒട്ടകം ഉണ്ടോ ഒട്ടകം ഒന്നുമില്ല നിങ്ങൾ ഇത് തന്നെ തരുന്നേ വലിയ കാര്യം പിന്നാണിനി പശുവൊക്കെ ആ പോട്ടെ വാ രണ്ട് പശുവിനെ ഇപ്പൊ വരുന്ന വണ്ടി ഇടിച്ചിടും കാർലോ കുടുംബത്തിലേക്ക് 2 പശുവിനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോണി ശബ്ദം എവിടെ കേട്ടിട്ടുണ്ടല്ലോ ഈ പശു സംസാരിച്ച പശു ഒന്ന് കരുതേ ഹലോ ഈ പശു ഏതാ ഈ പശു അവരണ്ട പശുവാ പശു ഒന്ന് കരുതേ പോട്ടെ എന്നെ പിടിച്ചേട്ടോ അവിടെ അടിച്ച് വിളിക്കുന്ന പശു കൊള്ളാല്ലേ ഇതാരിത് ഹലോ ഹലോ ലിഫ്റ്റ് മര്യാദ പോട്ടെ പോയിട്ട് പരിപാടി
വണ്ടി കയറി വിടാ വീടാ എവിടെ വിടണം ഇത് മുതുകിലോട്ട് വിട്ടാ മതി. വലിയ സൗകര്യമല്ലേ, വലിയ ഉപകാരമാണ്. കേറ് 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 ഈ പശു കൂടെ ഒരാളുണ്ടേ. പശു തൊഴുത്തോ കേറി 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 മന്ദാരം ഹലോ, ഓട്ടോ മന്ദാരം അവിടെ ഉണ്ട്. മന്ദാരത്തിന് എന്തൊക്കെ പരിപാടികൾ അറിയാം? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തൊക്കെ കഴിവുകളുണ്ട്? വലിയ ഉപകാരം കേട്ടോ. മുതുക്കുണ്ടോ? പശു ആ അതാകുമ്പോ ആരും എടുത്തില്ല വാ. ഹലോ പശു പശു ഒന്ന് കറന്നോട്ടെ പശു എനിക്ക് അകിടി പിടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. ഹലോ 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 അകിടല്ല വേറെന്തോ കൈ വരിക പിടിച്ച വേറെ എന്തേലും ആണ് വരുന്നേ. അതല്ല ദൂരം അനാഥ പശു കിടക്കുന്നുണ്ട്. ദർശനയാണ് കേട്ടോ അത്. കണ്ണൻ ഇവിടെ പശുവായി. എടാ കണ്ണ നിനക്ക് ഇതാണ് നല്ലത്. ഇതാകുമ്പോ ആൾക്കാരൊന്നും ചെയ്യാൻ പോണില്ല. ഹലോ കണ്ണ ഹലോ ഇവിടെ ഓപ്പിയാണോ? ബ്രോ പശുവിനെ പിടിപ്പിക്കാൻ പറ്റത്തില്ലേ? ഹലോ ഓപ്പിയാണോ? ഹലോ ബ്രോ കറവക്ക് ഒരു ബാലു ആ ഓപ്പിയാണോ? ഓപ്പിയെത്താ? ഹലോ ഹലോ ഓപ്പിയ ഹലോ ആ അയ്യേ പശുവിന് ഹലോ? ഹലോ എറടാ കുണ്ട ഇറങ്ങി ആനിമൽ മോൺസ്റ്റർ. ഹലോ ബുള്ളോപ്പിയാണോ? അതാണോ ഇപ്പൊ ചോദിച്ചത്? മന്ദാരം മന്ദാരം ഇങ്ങനെ ഇവിടെ പശു 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 കളിക്കാൻ മന്ദാരക്ക മായേച്ചി ഞാൻ പോവാ. പശു മരിച്ചു. ഹലോ വെള്ളത്തിൽ ഇറങ്ങിയ പശു മരിക്കുന്ന ഞാൻ പറയണ്ടായിരുന്നു. വിചാരം മറ്റേ ഇതാന്ന